ചിങ്ങമാസമാണ്, ഓണക്കാലമാണ്. ചിങ്ങമാസമായതുകൊണ്ട് അത് വിവാഹകാലം കൂടിയാണ്. പറഞ്ഞു വരുന്നത് സ്വർണത്തിന് തീപിടിച്ച വിലയായതുകൊണ്ട് കള്ളന്മാരുടെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്നാണ്. ഇക്കാര്യം ഇപ്പോൾ പറയാൻ കാര്യം തൃശ്ശൂർ പറപ്പൂരിൽ ഒരു വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട വാർത്ത വന്നതോടുകൂടിയാണ്. ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും അതിനൊപ്പം മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയവയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നു. ഹരീഷ്, ഈ മോഷണ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് അറിയണം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് വിവാഹങ്ങൾ ഒരുപാട് നടക്കുന്ന ഈ ചിങ്ങമാസക്കാലത്ത് കള്ളന്മാരുടെ ശല്യം ഒരുപാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുജനങ്ങൾക്ക് അക്കാര്യത്തിലൊരു ജാഗ്രത വേണം. ഒരു മുന്നറിയിപ്പിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. കെ തീർച്ചയായും അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മാത്രമല്ല എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി തന്നെ സ്വർണം സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചാൽ പോലും സുരക്ഷിതത്വമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കവർച്ചയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കണ്ടത്. ഈ പറപ്പൂരിലുള്ള ഈ ഷക്കീർ, അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഷോപ്പ് വ്യാപാരം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഓണസമയമായതിനാൽ തന്നെ വസ്ത്രങ്ങളുടെ സ്റ്റോക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അല്പം വൈകിയാണ് അദ്ദേഹം ഈ ഒരു കടയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് പുറകിലെ വാതിൽ തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഇതിന്റെ പുറകിൽ ഈ കെട്ടിടത്തിന് പുറകിൽ റെയിൽവേ ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഈ ഒരു കവർച്ച സംഘം അല്ലെങ്കിൽ എത്ര പേരുണ്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ കവർച്ച നടത്തിയ ആളുകൾ ആ ഒരു റെയിൽവേ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. 50 പവനാണ് കവർന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്ത. ഈ സ്വർണത്തിന്റെ വിലയൊക്കെ ഇത്രത്തോളം തീ പോലെ കയറിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ 50 പവനൊക്കെ മോഷണം പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. അതിൽ ഏറ്റവും പ്രധാനം തന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടിയ സ്വർണമൊക്കെയാണ് എടുത്തുകൊണ്ടുപോകുന്നത്. മാത്രമല്ല തൊട്ടപ്പുറത്തെ മുറിയിൽ മറ്റൊരു അലമാരയിൽ ഒരു 4 ലക്ഷത്തോളം രൂപയും ഉണ്ടായിരുന്നു. പക്ഷെ ആ പണം അപഹരിച്ചിട്ടില്ല. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ സ്വർണം ഇരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായി വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് പോലീസും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരടക്കം വന്നിരുന്ന പരിശോധന നടത്തിയിരുന്നു. ഫോറൻസിക് പരിശോധന അടക്കമുണ്ടെന്ന് അതിൽ പറയുന്നത് ഇത് ഒരുപക്ഷെ ആസൂത്രിതമായി, കാരണം സ്വർണം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. അതിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. എന്തായാലും തുടരന്വേഷണത്തിൽ ഒരുപക്ഷെ ഈ ഒരു കവർച്ചക്കാരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം വലിയ 50 പവനോളം സ്വർണമൊക്കെ മോഷണം പോവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അതിന്റെ തുടർന്നുള്ള പരിശോധനകളും അന്വേഷണവും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ നാടിനെ ഏറ്റവും നടുക്കിയ ഒരു വാർത്ത, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്വർണം സൂക്ഷിക്കേണ്ടതെന്ന് പലപ്പോഴും ആളുകൾക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കേക്ക്, ഒരു പവൻ്റെ ഇന്നത്തെ വില 1,18,480 രൂപയാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ആ സ്വർണത്തിൻ്റെ ആ വില, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഹരീഷ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.